ഇടുക്കി വണ്ടിപ്പെരിയാറിലെ സഹോദരിമാരുടെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ തീരുമാനം. ജില്ലാ കളക്ടർ നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് പരിഹാരം ആയത്. കുട്ടികളുടെ വീട്ടിൽ പുതിയ കണക്ഷൻ നൽകും. BPL വിഭാഗത്തിൽ ആയതുകൊണ്ട് തന്നെ പോസ്റ്റിന് പണം അടയ്ക്കേണ്ടതില്ല എന്ന് KCB അറിയിച്ചിട്ടുണ്ട്. മെഴുകുതിരി വെളിച്ചത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ദുരവസ്ഥ ജനം TVയാണ് വാർത്തയാക്കിയത്. തുടർന്ന് ജില്ലാ കളക്ടർ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അത് 2 ദിവസത്തിൽ കറണ്ട് വരുമെന്ന് പറഞ്ഞ് ഇന്ന് നാളെ മെഴുകുതിരി വെട്ടത്തിൽ പഠിക്കണ്ട കറണ്ട് വരും. ഒത്തിരി ചാനൽക്കാർക്കൊക്കെ ഒത്തിരി നന്ദിയാണ്. 2 ദിവസം കൊണ്ട് കറണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് പ്രതീക്ഷയിൽ പോകും. 2 ദിവസം കൊണ്ട് പോസ്റ്റ് ലൈൻ വിളിക്കാനായിട്ട് ബോക്സ് അവർ NSA കൊടുത്ത് എല്ലാ ചാനലുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. കറണ്ട് കിട്ടും ഉറപ്പായി. 2 ദിവസം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ്. ഇല്ല, വേറെ ഒന്നും ചർച്ച ചെയ്തില്ല. ഇപ്പൊ ബോക്സുകാർ NSA തന്ന് കറണ്ട് എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ ലൈനായിട്ട് എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടിന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. വാർത്തയുടെ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, എന്തായാലും നമ്മുടെ ആ വാർത്ത ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. പക്ഷേ അപ്പോഴും ഈ പോസ്റ്റ് സ്ഥാപിക്കാനുള്ള ഒരു ചർച്ചകൾ നടന്നു വന്നിരുന്നു. അതാണ് പിന്നീടും വൈകാൻ കാരണം. എന്തായാലും ഇനി 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കുട്ടികൾക്ക് മെഴുകുതിരി വെളിച്ചത്തിൽ അല്ലാതെ ഇരുന്ന് പഠിക്കാം. ആ കുട്ടി പറഞ്ഞതുപോലെ ഇനി മെഴുകുതിരി വേണ്ട, അവർക്ക് പഠിക്കാം. വലിയ സന്തോഷം തോന്നുന്നു സുബിൻ. ആദ്യഘട്ടത്തിൽ ഈ വാർത്ത നൽകുമ്പോഴും അതിനുശേഷമെല്ലാം തന്നെ കുട്ടികളുടെ ദുരിതം നമ്മൾ കേട്ടതാണ്, നമ്മൾ പ്രേക്ഷകരെ അത് അറിയിച്ചതാണ്. ഇതിനുശേഷമാണ് ഒരു കൃത്യമായ ഇടപെടൽ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചുവെങ്കിൽ പോലും KCBയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രശ്നങ്ങൾ, അതാണ് വീണ്ടും ഈ പ്രശ്നം ഒരു സങ്കീർണതയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഈ പോസ്റ്റുകൾ മാറണമെങ്കിൽ ഏകദേശം 27ഓളം മരപ്പോസ്റ്റുകൾ ഈ കുട്ടികളുടെ പിതാവായിട്ടുള്ള മോഹൻ കണ്ടെത്തി കൊടുക്കണമെന്നൊരു നിർദ്ദേശമാണ് പ്രധാനമായും KCB മുമ്പോട്ട് വച്ചിരുന്നത്. എന്നാൽ അത് ഒരിക്കലും പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. ഇതേ തുടർന്നാണ് വീണ്ടും ഈ സംഭവം ചർച്ചയാവുകയും ജില്ലാ കളക്ടർ വിഷയത്തിൽ വീണ്ടും ഇടപെടുകയും ചെയ്തത്. ഇതിനുശേഷം ഇന്ന് ഈ കുടുംബവുമായി ചർച്ച നടത്തി. കുടുംബവും അതുപോലെ തന്നെ KCBയുടെ ഉദ്യോഗസ്ഥരും പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റും ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തു. ഈ ചർച്ചയിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള തീരുമാനമുണ്ടായത്. 2 ദിവസത്തിനകം കുട്ടികളുടെ വീട്ടിൽ വൈദ്യുതി എത്തിക്കാനാണ് നിലവിൽ തീരുമാനമായിട്ടുള്ളത്. കുട്ടികളുടെ വീട്ടിലേക്ക് പുതിയ കണക്ഷൻ നൽകിയാണ് വൈദ്യുതി നൽകുന്നത്. അതായത് നേരത്തെ വണ്ടിപ്പെരിയാർ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ഒരു ക്ലബ്ബിൽ നിന്നാണ് ഇവർക്ക് വൈദ്യുതി എത്തിയിരുന്നത്. അതിൽ നിന്ന് മാറി കുട്ടികളുടെ വീട്ടിലേക്ക് സ്വന്തമായി ഒരു വൈദ്യുതി കണക്ഷൻ തന്നെ നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇവരുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു വൈദ്യുതി കണക്ഷൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് വൈദ്യുതി കണക്ഷൻ എടുക്കുക എന്നുള്ളതാണ് നിലവിലെ KCBയുടെ തീരുമാനം. അതായത് ഒരു പോസ്റ്റ് മാത്രം സ്ഥാപിച്ചാൽ വീട്ടിൽ വൈദ്യുതി എത്തിക്കാനാവും. ഈ കുട്ടികളുടെ കുടുംബം BPL കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളതായതുകൊണ്ട് വൈദ്യുതി പോസ്റ്റ് KCBയുടെ ചെലവിൽ തന്നെ ഇട്ട് നൽകാനാണ് നിലവിൽ തീരുമാനമായിട്ടുള്ളത്. നിലവിൽ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് പോപ്സ് എസ്റ്റേറ്റും ഈ കുടുംബവും തമ്മിലൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. മോഹന്റെ അച്ഛൻ വിജയനുമായാണ് കേസ് നിലനിൽക്കുന്നത്. അതായത് ഈ വസ്തുവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ്. ആ ഒരു തർക്കം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു വൈദ്യുതി കണക്ഷൻ നൽകുന്നത്. ഇത്തരത്തിൽ ഈ വൈദ്യുതി കണക്ഷൻ നൽകുന്നതിൽ ഈ കേസിനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ പെടാതെ കുടുംബത്തിന് വൈദ്യുതി നൽകുന്നതിൽ യാതൊരുവിധ പരാതിയും ഇല്ല എന്ന് പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് നിലവിൽ നിലപാടെടുത്തിട്ടുണ്ട്. എന്തായാലും എല്ലാ കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി എത്തുന്നു. 2 ദിവസത്തിനകം തന്നെ കുട്ടികൾക്ക് മെഴുകുതിരി വെട്ടത്തിൽ നിന്ന് മാറി വൈദ്യുതി വെളിച്ചത്തിലിരുന്ന് പഠിക്കാനുള്ള സാഹചര്യമാണ് എന്തായാലും ഒരുങ്ങുന്നത്. ശരി സുബിൻ, എന്തായാലും ഇടുക്കി വണ്ടിപ്പെരിയാറിലെ സഹോദരിമാരായ പെൺകുട്ടികളുടെ വീട്ടിലെ ദുരവസ്ഥ ജനം TVയാണ് വാർത്തയാക്കിയത്. നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തതാണ്. ഈ കുട്ടികളുടെ അച്ഛൻ നമ്മളോട് തത്സമയം സംസാരിച്ചതാണ്. എന്തായാലും ആ പ്രശ്നത്തിന് പരിഹാരമാകുന്നു എന്നുള്ളതാണ്. കുട്ടികളുടെ വീട്ടിൽ പുതിയ കണക്ഷൻ 2 ദിവസത്തിനുള്ളിൽ തന്നെ എത്തുമെന്ന് KCB അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പോസ്റ്റിന് പണം അടയ്ക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു തീരുമാനവും വലിയ ആശ്വാസം നൽകുന്നതാണ്. മെഴുകുതിരി വെളിച്ചത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ദുരവസ്ഥ, ആ വാർത്ത ഫലം കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ ആശ്വാസവും ഉണ്ട് എന്നുള്ളതാണ്. സുബിൻ തോമസ് ആണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.